First problem, determine the value of R1, R2 and R3 എന്നുള്ളതായിരുന്നു. Assume each diodes are under forward bias and support current of 0.5 milliampere and ideal diode ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Ideal diode ആണെങ്കിൽ there will be no drops. Okay, so the problem ഇതായിരുന്നു അതിൻ്റെ സർക്യൂട്ട്. This is R1, this is R2 and this is R3. Okay, and this is 5 volt. ഇതായിരുന്നു പ്രോബ്ലം. ഓക്കെ, സോ ഇതിനകത്ത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് സൊല്യൂഷൻ? ഗിവൺ ഈച്ച് ഡയോഡ് ഹാവിങ് സപ്പോർട്ട് 0.5 ആംബിയർ 0.5 മില്ലി ആംബിയർ ആൻഡ് ഓൾ ദി ഡയോഡ് ഈസ് ഇൻ ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ്, എല്ലാ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ്. അപ്പോൾ ഫോർവേഡ് ബയാസ് ആണെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഇതൊരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതുപോലെ ഇതും ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക, ഇതും ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. സോ ദീസ് ഓൾ ആർ ഇൻ ക്ലോസ്ഡ് സ്വിച്ച് ആൻഡ് ഇറ്റ് വിൽ സപ്പോർട്ട് എ കറണ്ട് ഓഫ് 0.5 മില്ലി ആംബിയർ 0.5 മില്ലി ആംബിയർ 0.5 മില്ലി ആംബിയർ ആൻഡ് 0.5 മില്ലി ആംബിയർ. ഇതെല്ലാം 0.5 മില്ലി ആംബിയർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം. ഓക്കെ, കാരണം ഇതിനകത്ത് ഡ്രോപ്പും ഇല്ല, ഐഡിയൽ ഡയോഡ്സ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കൺസിഡർ ഈ I1 എന്ന് പറഞ്ഞ കറണ്ട് 0.5 മില്ലി ആംബിയർ ആണ്. സോ വാട്ട് വിൽ ബി ദ കറണ്ട് I2? So the current I1 is 0.5 milliampere and I2 is 0.5 plus 0.5. കാരണം ഇതൊരു ജംഗ്ഷൻ ആണ്, ആ ജംഗ്ഷനിൽ രണ്ട് കറണ്ട് എൻറ്റർ ചെയ്യുകയാണ്. സോ ദിസ് കറണ്ട് വിൽ ബി 0.5 plus 0.5 that is 1 milliampere ആണ് ഈ കറണ്ട്. ഓക്കെ, വാട്ട് അബൌട്ട് ദിസ് കറണ്ട്? ഈ കറണ്ട് ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുക, കാരണം എന്താണ്, ഇത് നെഗറ്റീവ് ആണ്. സോ ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. സോ ദ I3 കറണ്ട്, ദിസ് ഈസ് ദ കറണ്ട് I3 ആൻഡ് I3 കറണ്ട് ഈസ് ദറ്റ് ഈസ് 1.5 മില്ലി ആംപിയർ. Is understood from this diagram. Okay, clear? So what is I1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ VA minus VB എന്ന് പറഞ്ഞാൽ മതി. സോ വാട്ട് ഈസ് VB? ദിസ് ഈസ് ഓരോ പോയിന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് VA, ഇത് VB, ഇത് VC ആയിട്ട് എടുക്കുക. So the current I1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ current I1 is equal to VA minus VB divided by R1 ആണ്. ഡയോഡ് ഇനി എടുക്കേണ്ടത് ക്ലോസർ സ്വിച്ച് ആയിട്ടാണ് എടുക്കുന്നത്.
So VA minus VB. VA is 10 volt. What is VB? VB is 5 volt because this is a closed switch. So this is a 5 voltage. So 10 minus 5, that is 5. I1 is 0.5. That is, you have to find out the R1. R1 value ആണ് കണ്ടുപിടിക്കേണ്ടത്. So that R1 value is equal to 5 minus 0.5 milliampere. Okay. That is 5 by 0.5 milliampere is 10 kilo. Okay, fine. And about R2, here it is 5 voltage and here it is 0 voltage. It is 0 voltage. So I2 is VB minus VC divided by R2. That is R2 is VB minus VC. VB is 5 voltage and VC, here it is grounded. Is grounded. So VB minus VC is 5 divided by, what is the current? That is I2. I2 is 1 milliampere. Is from that we will get 5 kilo. It is not 50. Like that, I3 is equal to VC. This I3 is equal to VC minus 5 volt, because this is negative, divided by R3. That is R3 is equal to 5 divided by I3 is 1.5 milliampere. This is 3.33 kilo. Okay. Okay. Clear. നിങ്ങൾക്ക് ഇവിടെ ഫോർവേഡ് ബയാസിൽ എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ടുള്ള ഡൗട്ട് കൊണ്ടായിരുന്നു ഇതിൻ്റെ ആൻസർ കിട്ടാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, എനിവേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വേറൊരു പ്രോബ്ലം കൂടി തന്നായിരുന്നു, അതും നിങ്ങൾ കുറച്ച് ആളുകളെ തെറ്റിച്ചാണ് അതിൻ്റെ ആൻസർ തന്നത്. അതോടെ ഞാൻ ചെയ്യാം. Q2. Problem is volt. നിങ്ങൾ ചെയ്ത് നോക്കിയോണ്ടാട്ടോ എനിക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അയച്ചു തന്നുകൊണ്ടാണ് എനിക്ക് ആളുകൾ തെറ്റിച്ചതായിട്ടും ഇതൊക്കെ മനസ്സിലായത്. അപ്പം മാക്സിമം ആളുകൾ എല്ലാവരും തന്നെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റെസ്പോൺസ് എനിക്ക് അയച്ചു തരിക കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് എത്രമാത്രം ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ചോദിച്ച പ്രോബ്ലംസ് ഒക്കെ തന്നെയാണ് ഞാൻ ഈ ചെയ്യിക്കുന്നത്. സോ നിങ്ങളത് വളരെ കെയർ ആയിട്ട് തന്നെ എടുക്കണം ഈ പ്രോബ്ലംസ് ഒക്കെ. So this is a diode D. This is 3.3K. This is 6K. ഈ പ്രോബ്ലം എനിക്ക് ആൻസർ തന്നവർ ആരും തന്നെ കറക്റ്റ് ആയിട്ടല്ല തന്നത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് ചെയ്യിക്കുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡയോഡ് ഈസ് നോട്ട് ഐഡിയൽ ആൻഡ് ഡയോഡ് ഹാവിങ് വോൾട്ടേജ് because the diode is 0.7 voltage. Diode drop is 0.7 voltage. Find current ID. ഡയോഡിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ്. സോ ഈ കറണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സോ വി നോ ദാറ്റ് നമുക്ക് ഇതിനകത്ത് എന്താണ് അറിയാവുന്നത്? ഈ വോൾട്ടേജ് തന്നെയാണ് ഈ വോൾട്ടേജ് എന്നറിയാം. ഓക്കെ, നമുക്ക് ഈ വോൾട്ടേജ് അറിയില്ല, കൺസിഡർ VA. ഈ വോൾട്ടേജ് തന്നെയാണ് ഈ വോൾട്ടേജ് എന്നറിയാം, കാരണം രണ്ടും VA തന്നെയാണ്. അപ്പോൾ കൺസിഡർ ഞാനിത്
ഐ എന്ന് പറഞ്ഞ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഇത് ഐ ഡി കറണ്ടാണ്. സോ ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ മൈനസ് ഐ ഡി ആയിരിക്കും. ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഐ മൈനസ് ഐ ഡി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ ഇക്വേഷനിൽ നിന്ന്? ഈ വോൾട്ടേജ് തന്നെയാണ് ഈ വോൾട്ടേജ്. സോ ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ടാണ്. ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഡ്രോപ്പ് പ്ലസ് ഈ റെസിസ്റ്റൻസ് ഇൻറ്റു ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. സോ വി ക്യാൻ സേ ദാറ്റ് 6K ഐ മൈനസ് ഐ ഡി എന്ന് പറയുന്നത് 0.7, ഇവിടെ വരുന്ന ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 0.7 ആണ്. 0.7 വോൾട്ടേജ് പ്ലസ് 3.3 K into ID. Okay. So 6K I plus 6K I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡി ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് 6I മൈനസ് 9.3 ID. ഞാൻ കെ ഒക്കെ എല്ലാം തന്നെ ഒഴിവാക്കിയിരിക്കുകയാണ്. കെ ഉണ്ട്, അത് ഐൻ്റെ കൂടെ കെയോടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇസ് 0.7 വോൾട്ട്. ദിസ് ഈസ് ഇക്വേഷൻ 1. നിങ്ങൾ ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തേക്കുവാണ്. ഓക്കെ, ഇനി ഞാൻ ഈ ലൂപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിഡർ ഐ ടേക്ക് ദിസ് ലൂപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ I can apply KVL in this loop. You will get 24 is equal to 24 voltage എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടേക്കാണ് ഡ്രോപ്പ് ആവുന്നത്? 12K into I. 12K ഞാനിവിടെ ജസ്റ്റ് ഉപയോഗിക്കുന്നില്ല. 6I മൈനസ് ഐ ഡി. Understood. Okay. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 12I പ്ലസ് 6I ദറ്റ് ഈസ് 18I മൈനസ് 6ID is equal to 24. This is equation 2. So we got two equations with a similar parameters. So just multiply this equation into 3. So you will get 18I. So I will cancel. You will get the ID. Okay. So what will get? That is 6 into 3. Equation 1 into 3. You will get just 18I. 9 into 3. 27.9 ID. 2.1. Okay, then this is equation 3 minus equation 2, that is 18I minus 6ID minus 24. So minus this is 3 minus 2 ചെയ്ത് കഴിഞ്ഞാൽ 18I will cancel, that is 21.9 ID is equal to 20. Yeah, there is a minus open. 18I side is 24. Oh, okay. Equation number 2. 12I minus 6I. അല്ല, അത് ഞാൻ 12I minus 6I. Oh, okay, fine. Okay, fine.
ഓക്കെ ഓക്കെ. ഓ, അതാണ് തെറ്റിയത്. സോ മൈനസ് ഓക്കെ 89 മൈനസ് ഓക്കെ. ഇക്വേഷൻ 2 മൈനസ് തന്നെയാണ്. ഓക്കെ ഫൈൻ. ഇക്വേഷൻ 1 ഞാനത് 6i മൈനസ് 9.3 ID കറക്റ്റ് അല്ലേ? ഇക്വേഷൻ 1. So 1 minute. Let's say ഇതിനകത്ത് എവിടെയാണ് മിസ്റ്റേക്ക്? Six I 9.3 ID 0.7. This is okay. So I just multiply these two. $21.9 2.1 minus one minute. എന്താണ്? minus 24. Okay, I just put here minus 24. That is so so this is 27.6. that is 21.9. okay, so that is from this ID. ഒരു മൈനസ് കിടന്ന കാരണമാണ് എനിക്ക് കൺഫ്യൂഷൻ. ID is 1 million. ഓക്കെ, സോറി ഫോർ ദ ടൈം. ഓക്കെ, അപ്പം ഈ രണ്ട് പ്രോബ്ലംസ് ആയിരുന്നു ഞാൻ തന്നായിരുന്നത്. അപ്പോൾ അതങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇതുപോലത്തെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലം നമുക്ക് പ്രീവിയസ് ഇയർ ഗേറ്റ് 2012 ചോദിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു. ഞാൻ കുറച്ച് പ്രോബ്ലംസ് കൂടി നിങ്ങൾക്ക് ജസ്റ്റ് അസൈൻമെൻറ്റ് പോലെ തരാം. നിങ്ങൾ അതെല്ലാം തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് അറിയാനായിട്ട് പറ്റും. ദെൻ നമുക്ക് ഡയോഡ് വെച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്ലിപ്പർ ആൻഡ് ക്ലാമ്പർ സർക്യൂട്ടാണ്. clippers and clamper. നിങ്ങൾ ഈ പ്രോബ്ലംസിൻ്റെ ഒക്കെ എല്ലാം തന്നെ ചെയ്തു നോക്കിയിട്ട് എല്ലാവരും തന്നെ അയക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്കും തെറ്റുന്ന പ്രോബ്ലംസ് ഉറപ്പായിട്ട് ഞാൻ ക്ലാസ്സിൽ തന്നെ പറയാമെന്ന് കരുതിയിട്ടാണ് ഞാനത് നിങ്ങൾ അയച്ചു തരാനായിട്ട് പറയുന്നത്. ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ചെയ്തിട്ട് അയച്ചു തരാനായിട്ട് നോക്കുക. ഇപ്പോൾ കുറേ ആളുകൾ അയക്കുന്നുണ്ട്, വളരെ നല്ല കാര്യമാണ്. അപ്പം ഒന്നോ രണ്ടോ പേരെ തെറ്റിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് ഞാൻ അത് പറഞ്ഞു കൊടുക്കാറുള്ളൂ. അപ്പം ബാക്കിയുള്ളവർക്കൊക്കെ ചെയ്തിട്ട് കിട്ടി എന്നുള്ളതാണ് ഞാൻ അസ്യൂം ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു പോർഷൻ ഓഫ് വേവ് ഫോം, ഇപ്പോൾ ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഒരു പോർഷൻ ക്ലിപ്പ് ഓഫ് ചെയ്യാനായിട്ടുള്ള സർക്യൂട്ടാണ്. അപ്പം നമ്മളിപ്പോൾ നേരത്തെ നോക്കിയായിരുന്നു ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ ഒക്കെ നോക്കിയായിരുന്നു. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയർ ഒരു ടൈപ്പ് ഓഫ് ക്ലിപ്പർ സർക്യൂട്ടാണ്. ഇറ്റ് വിൽ ക്ലിപ്പ് ഇറ്റ് വിൽ ക്ലിപ്പ് ഓഫ് fully the negative cycle or positive cycle depending upon the position of the diode. Okay, അപ്പോൾ അങ്ങനെ പൊസിഷൻ അനുസരിച്ച് ഡയോഡിൻ്റെ പൊസിഷൻ അനുസരിച്ച് ഒരു ഫുൾ പോർഷൻ
അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ദി വേവ് ഫോം ക്ലിപ്പ് ഓഫ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ക്ലിപ്പർ സർക്യൂട്ട് സാധാരണ ഡയോഡ് റെസിസ്റ്റർ അതിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഡയോഡ് റെസിസ്റ്റർ പ്ലസ് എ ബാറ്ററി ഓർ എ സെല്ല്, അതിൻ്റെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ അച്ചീവ് ചെയ്യുക. അപ്പം ദ ക്ലിപ്പർ സർക്യൂട്ട് remove or clips off a portion of input waveform. ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഒരു പോർഷൻ ക്ലിപ്പ് ഓഫ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. വി ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലിപ്പേഴ്സ് ആർ ദെയർ. പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തന്നെയുണ്ട്. പോസിറ്റീവ് വേവ് ഫോം അതിൽ നിന്ന് ക്ലിപ്പ് ചെയ്ത് കളയുന്ന സർക്യൂട്ടിനെയാണ് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ ഹാവ് നെഗറ്റീവ് ക്ലിപ്പർ സർക്യൂട്ടുകളുണ്ട്. ദെൻ വി ഹാവ് ബയാസ്ഡ് ക്ലിപ്പർ ഉണ്ട്. ഒരു വേവ് ഫോമിൻ്റെ ഫുള്ള് നമുക്ക് ക്ലിപ്പ് ഓഫ് ചെയ്യേണ്ട, ഒരു പോർഷൻ മാത്രം ക്ലിപ്പ് ഓഫ് ചെയ്താൽ മതി, നമ്മൾ ബയാസ്ഡ് ക്ലിപ്പർ സർക്യൂട്ടാണ് ഉപയോഗിക്കുക. ദെൻ വി ക്യാൻ ഹാവ് കോമ്പിനേഷൻ ക്ലിപ്പർ. അപ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ തന്നെ അതെല്ലാം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഷണ്ട് ആൻഡ് സീരീസ്. ഷണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരലൽ ടൈപ്പിനെയാണ് നമ്മൾ ഷണ്ട് എന്ന് പറയുന്നത്. ഇതുപോലെ എല്ലാം തന്നെ നെഗറ്റീവ് ക്ലിപ്പർ ഇതുപോലെ തന്നെ ഷണ്ട് ആൻഡ് സീരീസ് ഉണ്ട്, ബയാസ്ഡ് ക്ലിപ്പറും ഉണ്ട്, എല്ലാത്തിൻ്റെയും ഷണ്ട് ആൻഡ് സീരീസ് ഉണ്ട്. ഓക്കെ, സോ ഈ പോസിറ്റീവ് ക്ലിപ്പർ, നെഗറ്റീവ് ക്ലിപ്പർ ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ഓഫ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ. നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേവ് ഫോം, ഒരു വേവ് ഫോമിൽ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈക്കിൾ ഉണ്ടാവും. അതിനകത്ത് നെഗറ്റീവ് സൈക്കിൾ ക്ലിപ്പ് ഓഫ് ചെയ്യുന്നതിനാണ് നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്നത്. ബയാസ്ഡ് ക്ലിപ്പർ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ജനറലി ഒരു ക്ലിപ്പർ സർക്യൂട്ടിൻ്റെ ഉള്ളിൽ അപ്പം ഇൻപുട്ട് വേവ് ഫോം ഉണ്ടാവും. വി ക്യാൻ ഹാവ് ഇൻപുട്ട് വേവ്. ക്ലിപ്പർ സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് വേവ് ക്ലിപ്പ് ഒരു റിമൂവ്ഡ് പോർഷൻ അതിനകത്ത് ഒരു പോർഷൻ റിമൂവ് ചെയ്യും. അതിന് ശേഷമുള്ള ഔട്ട്പുട്ട് വേവ് ഫോം മാത്രമാണ് കിട്ടുള്ളൂ. സോ ജനറലി ഒരു ഡയോഡ് ഉണ്ടാവും, ഒരു റെസിസ്റ്റർ ഉണ്ടാവും ഉറപ്പായിട്ടും ക്ലിപ്പറിൽ, ആൻഡ് സെൽ ഉണ്ടാവും. സെൽ ഓപ്ഷണലാണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ബയാസ്ഡ് ആണോ കോമ്പിനേഷൻ ക്ലിപ്പർ ആണോ അത് വെച്ചിട്ടാണ് സെല്ല്. ബാക്കി ഡയോഡ് ആൻഡ് റെസിസ്റ്റർ ഉറപ്പായിട്ടും ഒരു ക്ലിപ്പർ സർക്യൂട്ടിലുണ്ടാവും. ഓക്കെ, നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേസാണ്. ഒരു ഡയോഡ് ഫോർവേഡ് ബയാസിൽ നമുക്കറിയാം. ഡയോഡ് ഇൻ ഫോർവേഡ് ബയാസ് it will be act as a closed switch. And there will be no drop. In ideal case there will be no drop and current will be flow through this circuit. And in a reverse bias, in ideal it will be act as a open switch. However, in practical case we know that there will be a saturation current is flowing. So an open switch, a closed switch, an open switch. സോ ഇത് ഏറ്റവും ബേസിക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഞാനൊരു പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ, ഞാൻ പോസിറ്റീവ് ക്ലിപ്പറിൽ സീരീസ് ഷണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ. ഈ സീരീസ് ക്ലിപ്പർ എന്ന് പറയുന്നത് ഡയോഡിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ്. ഡയോഡ് ഇൻ സീരീസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി നോൺ ആസ് സീരീസ് ക്ലിപ്പർ. ഓക്കെ, സോ കൺസിഡർ ദിസ് ഇസ് മൈ സർക്യൂട്ട്. This is my input waveform, and this is my output. This is my load resistor, and I am taken output across load resistor. This is my Vout. Consider I am applying a sinusoidal signal like this.
positive cycle, negative cycle, positive cycle. This is my V in, this is my peak to peak voltage, and this is my V out. What happened in the positive cycle? In positive cycle, this is positive and this is negative. So the diode is in reverse bias, act as an open switch. So there will be no current is flowing through the circuit because the circuit is open circuit. So I will not get any output from this circuit. And in the case of negative cycle, you will get this is negative and this is positive. So the diode is in forward bias. So current is flowing from downward position to upward position. So this is a negative cycle. Okay, negative cycle. In positive cycle, again there will be no current, and in the next negative cycle there will be a current, and so you will get an output voltage. Okay, upward to downward position ആണ് നമ്മൾ താഴത്തെ നിന്ന് മുകളിലേക്ക് പോകുന്ന കറന്റിനെയാണ് നമ്മൾ നെഗറ്റീവ് സൈക്കിൾ ആയിട്ട് പറയുന്നത് ഇതിനകത്ത്. ഓക്കെ, സോ ദിസ് ഈസ് പോസിറ്റീവ് സീരീസ് ക്ലിപ്പ്. കാരണം എന്താണ്, ഡയോഡ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. Okay, then we can have positive shunt clipper. Output waveform similar waveform തന്നെയായിരിക്കും, but shunt clipper ആണ്. So diode is connected as in parallel. So അതെങ്ങനെയാണ് വരിക എന്ന് നോക്കാം. This is my diode. This is my V in applied, and this is V out. So V out is taken across the diode, and here in positive cycle, what will happen? In positive cycle, both cycle is there. This is my V in, positive cycle, negative cycle, positive, negative. So this is my V out. Okay. What will happen in positive cycle? Here it is plus and here it is negative. So the diode is in forward bias. In diode forward bias, diode acts as a closed switch. So what will be the V out? V out will be 0 because this diode is act as a closed switch. So it's just like a conducting line. We are taken the output across the conducting line. So if we are taken across a conducting line, there will be no resistance. So we know that V is equal to I into R. Here R is 0 because there is no resistance in this circuit. So the output voltage is 0. Okay, correct. So in positive cycle, there will be no current. Current is flowing, and it's like a closed switch, so there will be no resistance, so the output voltage will be 0. So in the positive cycle, because of the diode is in forward bias, the output is 0. In negative cycle, what will happen? Negative cycle, here it is positive and here it is negative, so the diode is in reverse bias, so that this circuit is act as an open switch. If this circuit is act as an open switch, the V in is directly connected to V out. There will be no circuit in between. So V in is same as V out. So you will get the output. Again in positive cycle, no output. Negative cycle, you will get negative cycle. So നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, in series circuit, whenever the diode is in forward bias, you will get the output. Because series circuit current പോയി കഴിഞ്ഞാൽ output കിട്ടുള്ളൂ. Okay, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ. ബട്ട് ഇൻ ഷണ്ട് ടൈപ്പ് ക്ലിപ്പർ നമ്മൾ ഡയോഡ് റിവേഴ്സ് ബയാസ് ആവുന്ന സമയത്താണ് കിട്ടുള്ളൂ. കാരണം ഫോർവേഡ് ബയാസ് ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. അത് കണ്ടക്റ്റിംഗ് ലൈൻ അക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും 0 വോൾട്ടേജ് ആണ് കിട്ടുള്ളൂ, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുള്ളൂ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എപ്പോഴും നമുക്ക് ആ കൺസെപ്റ്റ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്. സോ നിങ്ങളത് വളരെയേറെ ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക. ക്ലിയർ. ദെൻ ബയാസ്ഡ് ക്ലിപ്പർ. ബയാസ്ഡ് ക്ലിപ്പർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഈ ടൈപ്പ് സർക്യൂട്ടുകൾ, ഈ ക്ലിപ്പർ സർക്യൂട്ടുകളൊക്കെ ആക്ച്വലി ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ നമ്മൾ ജസ്റ്റ് നോക്കിയതാണ്.
ഓക്കെ, ചിലപ്പോഴൊക്കെ ക്ലിപ്പർ സർക്യൂട്ടിൻ്റെ വേവ് ഫോം അല്ലായിരിക്കും തരിക. ചിലപ്പോൾ ഒരു സർക്യൂട്ട് തന്നിട്ട് അതിൻ്റെ വേവ് ഫോം കറസ്പോണ്ടിങ് വേവ് ഫോം ഏതാണെന്നായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ഒരു വേവ് ഫോം തന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് സർക്യൂട്ട് ഏതാണെന്നായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ കർവ്, ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ തന്നിട്ട്, നമുക്കറിയാം എന്താണ് ട്രാൻസ്ഫർ കർവ് എന്നറിയാം. ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ റിലേഷനെയാണ് നമ്മൾ ട്രാൻസ്ഫർ കർവ് എന്ന് പറയുന്നത്. അത് തന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമോ അതിൻ്റെ സർക്യൂട്ടോ ഏതാണെന്നായിരിക്കും ചോദിക്കുന്നത്. നമുക്ക് ഈ ബയാസ്ഡ് ക്ലിപ്പറിൽ അതിൻ്റെ ട്രാൻസ്ഫർ കർവോടെ നോക്കാം. ഓക്കെ, കൺസിഡർ എ ബയാസ്ഡ് സീരീസ് ബയാസ്ഡ് ക്ലിപ്പർ. ഒരു സീരീസ് ബയാസ്ഡ് ക്ലിപ്പർ നോക്കുകയാണ്. അപ്പം സീരീസ് ബയാസ്ഡ് ക്ലിപ്പർ ആണെങ്കിൽ ഡയോഡ് കണക്റ്റഡ് ഇൻ സീരീസ് ആയിരിക്കും. ബയാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, കൺസിഡർ ഞാൻ കുറച്ച് വാല്യൂസ് ഇടാം, കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ. ഒരു 10 sin omega t പീക്ക് വി എം എന്ന് പറയുന്നത് 10 വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് സൈക്കിൾ +10 വോൾട്ടേജ് കിട്ടും പീക്ക് വോൾട്ടേജ്, നെഗറ്റീവ് സൈക്കിളിൽ -10 വോൾട്ടേജും കിട്ടും. കൺസിഡർ ദിസ് റെഫറൻസ് വോൾട്ടേജ്. ഇവിടെ ഒരു റെഫറൻസ് ഡി സി വോൾട്ടേജ് ഒരു 3 വോൾട്ടേജ് ആണ് ഞാൻ വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ ഡയോഡ് ആൻഡ് ദിസ് ഈസ് ദ റെസിസ്റ്റൻസ് ആൻഡ് ഐ ആം ടേക്കൻ വി ഔട്ട് അക്രോസ് ദിസ്. So this is my input voltage. So initially ഇപ്പം ഞാൻ എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആണെങ്കിൽ, if my input is 0, this sinusoidal signal Vin എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക. 0 ആണെങ്കിൽ ഈ ഡയോഡ് എന്തായിരിക്കും? Diode is in forward bias because here due to this cell even the input is 0, the diode is 3 voltage forward bias. So 3 voltage forward bias ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 3 വോൾട്ടേജ് കിട്ടും. ഈ 3 വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഈ കറണ്ട് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്? ഇങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അതായത് താഴെ നിന്നും മുകളിലേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ നെഗറ്റീവ് കറണ്ട് ആയിട്ടാണ് ഞാൻ അസ്യൂം ചെയ്തത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോസിറ്റീവ് സൈക്കിളിൽ ഇതൊന്നുമില്ല എന്ന് വിചാരിക്കുക. പോസിറ്റീവ് സൈക്കിളിൽ എന്താ സംഭവിക്കുക? ഹിയർ ഇറ്റ് ഈസ് പ്ലസ്, ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ ദ കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം upward to downward direction. So this is positive. അതിന് പോസിറ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. നെഗറ്റീവ് സൈക്കിൾ ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ്, ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ ദ കറണ്ട് ഈസ് മൂവിങ് ഇൻ downward to upward position. That current is taken as negative. Here also, due to this cell, even without the presence of input voltage, the current is flowing from downward direction to upward direction. So the current is a negative current, and this is 3 voltage. So the current is so the voltage is taken as -3 voltage due to this direction. Okay, clear? And I am applying the forward bias. പോസിറ്റീവ് സൈക്കിൾ. പോസിറ്റീവ് സൈക്കിൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇതിനെ ഇപ്പോൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് സൈക്കിളാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം എന്താ? ഹിയർ ഇറ്റ് ഈസ് പ്ലസ്, ഹിയർ ഇറ്റ് ഈസ് മൈനസ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. നമുക്കറിയാം ഒരു ബാറ്ററി ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് കഴിഞ്ഞിട്ട് ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് സെല്ലാണ്, ഇവിടെ ബാറ്ററിയുടെ നെഗറ്റീവ് സെല്ലാണ്. ഇനി നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു ആഡിങ് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യൂ, അല്ലേ? ബാറ്ററി അങ്ങനെയാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം നെഗറ്റീവ് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്നത്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് വോൾട്ടേജ്. സോ ദിസ് വോൾട്ടേജ് ഈസ് റെഡ്യൂസസ്. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് എത്ര വോൾട്ടേജ് വരെ കിട്ടും? 0 വോൾട്ടേജ് ആവും. ഓക്കെ, സോ ഇവിടെ 3 വോൾട്ടേജ് ആവുമ്പോൾ, ഇവിടെ +3 വോൾട്ടേജ് ആവുമ്പോൾ എൻ്റെ ഔട്ട്പുട്ട് 0 വോൾട്ടേജ് ആവും. ക്ലിയർ? അപ്പോൾ 1 വോൾട്ടേജ് ഇൻപുട്ടെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് -2 വോൾട്ടേജ് ആയിരിക്കും. 2 വോൾട്ടേജ് ആണെങ്കിൽ -1 വോൾട്ടേജ് ആണ്. 3 വോൾട്ടേജ് ആണെങ്കിൽ 0 വോൾട്ടേജ് ആയിരിക്കും. ഇനി 4 വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 4 വോൾട്ടേജ് ആയി കഴിയുമ്പോൾ ദ ഡയോഡ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. ബിക്കോസ് ഓഫ് ദിസ് പോസിറ്റീവ് ഈസ് ഹയർ. ഹിയർ പോസിറ്റീവ് ഈ വോൾട്ടേജിന് എക്സീഡ് ചെയ്ത ഒരു വോൾട്ടേജ് ആയി. സോ ദ ഡയോഡ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. സോ ഡയോഡ് റിവേഴ്സ് ബയാസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
എനിക്ക് എന്ത് കിട്ടും? നോ ഔട്ട്പുട്ടാണ് കിട്ടുക ആ സമയത്ത്. ഇപ്പോൾ സീരീസ് സർക്യൂട്ട് ആയ കാരണം ദർ വിൽ ബി നോ ഔട്ട്പുട്ട്. ലൈക്ക് ദിസ്. ലൈക്ക് ഓക്കെ, ക്ലിയർ. സോ ഇന്ന് അടുത്ത സൈക്കിള് 0 വോൾട്ടേജ് വരെ നമുക്ക് കിട്ടുന്നത് -3 വോൾട്ടേജ് ആയിരിക്കും. ഇനി എൻ്റെ നെഗറ്റീവ് സൈക്കിളിൽ ഇപ്പം -1 വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? മൈനസ് വോൾട്ടേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ ഇറ്റ് മൈനസ് ആൻഡ് പോസിറ്റീവ്, സോ ദിസ് വിൽ ബി -1 വോൾട്ടേജ് ആണെങ്കിൽ -4 വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ പീക്ക് വോൾട്ടേജിൽ എന്തായിരിക്കും കിട്ടുക? പീക്ക് വോൾട്ടേജിൽ 10 + -3 -10 -3 ആയിരിക്കും കിട്ടുക. സോ ദാറ്റ് മീൻസ് -13 വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. ഇറ്റ്സ് ലൈക്ക് ദിസ്. Okay, so my waveform is look like this. Clear ആണോ ഇത്? ഈ കൺസെപ്റ്റ് ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഈ വേവ് ഫോം വരച്ച് ക്ലിയർ ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, വേവ് ഫോം വരയ്ക്കുക എന്നുള്ളത് ഇതിനകത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്ഫർ കർവ് എങ്ങനെയായിരിക്കും വരയ്ക്കുക? ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ എന്നാണ് ട്രാൻസ്ഫർ കർവ് എന്ന് പറയുന്നത്. സോ മൈ ട്രാൻസ്ഫർ കർവ്, ദിസ് ഇസ് എക്സ് ആക്സിസിൽ ഞാൻ Vin വരയ്ക്കുകയാണ്. ദിസ് ഇസ് പ്ലസ് Vin, ദാറ്റ് ഈസ് പോസിറ്റീവ് സൈക്കിൾ. ആൻഡ് മൈനസ് എക്സ് ആക്സിസിൽ -Vin, പ്ലസ് വൈ ആക്സിസിൽ പ്ലസ് Vout, മൈനസ് വൈ ആക്സിസിൽ -Vout ആയിട്ട് എടുക്കുക. ദിസ് ഈസ് ദ റിലേഷൻ. അപ്പോൾ ഇനീഷ്യലി even my input voltage is 0, my output voltage is -3 voltage. Okay, this is -3 voltage. ഇനി ഇൻ പോസിറ്റീവ് സൈക്കിളിൽ എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് സൈക്കിളിൽ +3 വോൾട്ടേജ് ആകുമ്പോഴേക്കും എൻ്റെ ഔട്ട്പുട്ട് 0 വോൾട്ടേജിലേക്ക് എത്തും. ആൻഡ് ഇനി പോസിറ്റീവ് വോൾട്ടേജ് 3 വോൾട്ടേജിന് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജ് ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി 0 വോൾട്ടേജ്. So it is like this. This will happen in the positive cycle. What happened to the negative cycle? In negative cycle, -1 voltage, -4 voltage out, it will be goes like that. So this is -10 voltage. എനിക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ കിട്ടാൻ പോകുന്നത് -13 voltage. So this is my transfer curve. ഈ വേവ് ഫോമിന്റെ ട്രാൻസ്ഫർ കർവാണ്. അപ്പോൾ വൺസ് ഈ ട്രാൻസ്ഫർ കർവ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ you can draw this waveform. If we get the waveform, you can draw the circuit. Okay, clear ആയോ നിങ്ങൾക്ക് ഈ waveform എങ്ങനെ വരച്ചതെന്ന്? ഓക്കെ, നിങ്ങൾ തന്നെ ഇതൊന്ന് വരച്ച് നോക്കുക. ഈ സർക്യൂട്ട് വരച്ചിട്ട് ഈ waveform ഒന്ന് വരച്ച് നോക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ജസ്റ്റ് ഈ ഡയോഡിന്റെ പൊസിഷൻ ഒന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുക? ബാക്കിയെല്ലാം സെയിം ആണ്. 3 വോൾട്ടേജ് തന്നെ കൊടുക്കുന്നു. ഡയോഡിന്റെ പൊസിഷൻ മാത്രം ചേഞ്ച് ചെയ്തു. Sin omega t input voltage, and this is my output voltage. Okay, ഞാൻ ഈ ഡയോഡിന്റെ പൊസിഷൻ മാത്രം ഒന്നാണ് ചേഞ്ച് ചെയ്തോളൂ. നിങ്ങൾ തന്നെ അതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം ഒന്ന് വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കി. എങ്ങനെയായിരിക്കും വരിക? So this is my positive cycle, negative cycle, positive cycle, and the peak voltage is 10 voltage.
minus 10 voltage. This is my Vout. Okay. So initially the diode is in the reverse bias. The diode reverse bias and it is 3 voltage reverse bias. 3 voltage reverse bias open ആയിട്ടിരിക്കുകയാണ്. Then the positive cycle is coming. ഈ സെല്ലില്ലെങ്കിൽ ഈ പോസിറ്റീവ് സൈക്കിൾ വന്നു കഴിഞ്ഞാൽ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ്. Okay, that is understood. In forward bias we know that this is positive and this is negative. So സെല്ലില്ലെങ്കിൽ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആയിരുന്നു. You will get the fully positive cycle കിട്ടുമായിരുന്നു. But there is a cell with a 3 voltage. So due to this cell, initially this is reverse bias. Reverse bias open ആയിട്ടാണ് ഇരിക്കുന്നത്. ഡയോഡ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. So output voltage 0 ആണ്. So 3 voltage വരെ പോസിറ്റീവ് 3 voltage വരെ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് വരുന്നത്. ഔട്ട്പുട്ട് വിൽ ബി 0 ആയിരിക്കും. ഓക്കെ, സോ അപ് ടു ദിസ് വോൾട്ടേജ് മൈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് 0 വോൾട്ടേജ് ആയിരിക്കും. ദെൻ പോസിറ്റീവ് 4 വോൾട്ടേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ എക്സീഡ് ചെയ്യുന്ന ഒരു 1 വോൾട്ടേജ് വന്നു. എന്ത് കിട്ടും ഔട്ട്പുട്ട് വോൾട്ടേജ്? So the diode is in forward bias, so I will get a 1 voltage here. So ഇതിനെ കൂടുതലായിട്ടൊരു വോൾട്ടേജ് എപ്പോഴേക്ക് വരുന്നോ ആ 3 വോൾട്ടേജിനും കൂടുതലായിട്ട് ഒരു വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you will get the output. Whatever the input, you will get the output. അപ്പോൾ എൻ്റെ പീക്ക് വോൾട്ടേജ് this will be the waveform. എൻ്റെ waveform ഇങ്ങനെയായിരിക്കും ഇരിക്കുക. അപ്പോൾ എൻ്റെ പീക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ +7 വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. കാരണം എന്താ, ഈ 3 വോൾട്ടേജ് ഇവിടെ ഈ ബാറ്ററീനെ ഒപ്പോസ് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ ഈ 3 വോൾട്ടേജ് എടുത്തു. അപ്പം 4 വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ 1 വോൾട്ടേജ് കിട്ടുള്ളൂ. 5 വോൾട്ടേജ് ആണെങ്കിൽ ഔട്ട്പുട്ടിൽ 2 വോൾട്ടേജ് കിട്ടുള്ളൂ. ലൈക്ക് ദാറ്റ് 10 വോൾട്ടേജ് ആണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ടിൽ +7 വോൾട്ടേജ് കിട്ടുള്ളൂ. ക്ലിയർ? ആൻഡ് ഇൻ നെഗറ്റീവ് സൈക്കിൾ വാട്ട് വിൽ ഹാപ്പൻ? In negative cycle already due to this cell, this diode is reverse bias, and for this negative cycle it is again and reverse bias, and peak voltage il varumbo -13 voltage reverse bias aayikkum variya. So you will not get any output from this negative cycle. Okay, clear? So you will get an output waveform like this. Okay, clear ആയോ നിങ്ങൾക്കത്? സോ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ട്രാൻസ്ഫർ കർവ് വരിക? So my transfer curve like this. So up to this is plus V in minus V in plus V out minus V out. So up to V in increase ചെയ്തുകൊണ്ടിരിക്കുകയാണ്. V in increase ചെയ്യുമ്പോൾ up to 3 voltage, up to +3 voltage, the output voltage is 0. Okay, up to +3 voltage, the output voltage is 0. Then after that what will happen? The output will be increased like this. So consider this is my +10 voltage. +10 voltage le maximum kittunnathu +7 voltage മാത്രമേ കിട്ടൂ. So after 3 voltage it will be linearly varies. Whatever the input, that will be varies like this. Okay, clear? And in negative cycle there will be no output. So my transfer curve will be look like this. Okay, this is my transfer. So from this transfer curve I can draw this diagram. From this diagram I can draw this circuit. Okay, clear? നിങ്ങൾ തന്നെ ഇതൊന്ന് വരച്ച് നോക്കണം കേട്ടോ, ഇത് കിട്ടുന്നുണ്ടോന്ന്, വേവ് ഫോം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. വൺസ് വേവ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഡ്രോ ദ ട്രാൻസ്ഫർ കർവ്. ദിസ് ഈസ് ദ ട്രാൻസ്ഫർ. ഓക്കെ, ഓക്കെ. നമ്മളിപ്പം ദീസ് ബോത്ത് ആർ ബയാസ്ഡ് സീരീസ് ക്ലിപ്പർ. ഇതും ബയാസ്ഡ് സീരീസ് ക്ലിപ്പറാണ്.
ഡയോഡ് ഒന്ന് തിരിച്ചു വെച്ചെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഡയോഡ് ആണ് കഴിഞ്ഞ പ്രോബ്ലത്തിൽ തിരിച്ചു വെച്ച് ഡയോഡ് ഇങ്ങനെ വെച്ചിട്ട് ഈ സെല്ല് തിരിച്ചു വെക്കാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വേവ് ഫോം എന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെയും ഡയോഡ് ഇങ്ങനെ വെച്ചിട്ട് ഈ സെല്ല് തിരിച്ചു നോക്കുക. അപ്പോൾ എങ്ങനെയാണ് വേവ് ഫോം വരുന്നത് നോക്കുക. അപ്പം നിങ്ങൾക്ക് തന്നെ ഡിഫറെൻറ്റ് സർക്യൂട്ടുകൾ ഇതിൽ നിന്നുണ്ടാക്കാം. അതിൻ്റെയൊക്കെ ഗ്രാഫ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. വൺസ് ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കർവ് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ തന്നെ നോക്കാം. Okay. Then we can also look biased parallel clipper or shunt clipper. Okay. Biased